സ്വന്തം അജോ ധ്രുവ ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ പലരും ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ ഒരു 6 മാസം കൂടുമ്പോൾ ക്യാമറ മാറാനായിട്ടുള്ള ശ്രമം അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ട സമയമായി. കാരണം ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നി. അദ്ദേഹം ഒരു സോണിയുടെ പുതിയൊരു ക്യാമറ എടുത്തിട്ട് ഒരു 6 മാസം ആയില്ല, ലോൺ എടുത്തിട്ടാണ് എടുത്തത്. എന്നിട്ട് ഒരു 6 മാസം ആയില്ല, അതിനു മുമ്പ് അദ്ദേഹം ക്യാമറ മാറണം, അത് ക്യാമറ മാറിയാലേ വർക്ക് കിട്ടുകയുള്ളൂ, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പലപ്പോഴും ലോണൊക്കെ എടുത്ത് ഒക്കെ ആയിരിക്കും, ഒരു പരിധി കൂടുതൽ ആളുകളും ലോണൊക്കെ എടുത്തായിരിക്കും നമ്മൾ ക്യാമറയും മറ്റുമൊക്കെ വാങ്ങിക്കുന്നത്. ആ ലോൺ തിരിച്ചടച്ച് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷമല്ലേ നമ്മൾ പുതിയൊരു സാധനത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. അല്ലാതെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ തിടുക്കം കൂട്ടുന്നത്? അതായത് എൻ്റെ സുഹൃത്ത് വേറെ ക്യാമറ എടുത്തു, അതുകൊണ്ട് ഞാനും ആ ക്യാമറ എടുക്കണം, എന്തിനാ അങ്ങനെ തിടുക്കം കൊണ്ടത്? അപ്പം നമ്മൾ ഈ ലോൺ അടഞ്ഞ് തീരുന്നതിന് മുമ്പ് അടുത്ത ക്യാമറയിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ലോണിൻ്റെ ബാധ്യതകൾ കൂടുക അല്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് അവൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവന് ഇപ്പോൾ എടുത്തിരിക്കുന്ന സോണിയുടെ തന്നെ ഏറ്റവും നല്ല, ഞാൻ ക്യാമറയുടെ പേരൊന്നും പറഞ്ഞത്, ഇപ്പം തന്നെ സോണിയുടെ തന്നെ ഏറ്റവും നല്ല ഹൈ-എൻഡ് ഇതിലുള്ള ഒരു ക്യാമറയാണ് അവന് എടുത്തിരിക്കുന്നത്. അവൻ ഉടനെ അത് റീപ്ലേസ് ചെയ്ത് അവൻ അടുത്ത ഒരു ക്യാമറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അവൻ അതിൻ്റെ ആ ലോൺ കംപ്ലീറ്റ് ചെയ്തിട്ട് പോലുമില്ല, അതിന് മുമ്പ് അടുത്തതിലേക്ക് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ലോൺ ചിലപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും, അത് കിട്ടി അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്യാമറ കമ്പനികൾ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മേലിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് അതിനേക്കാൾ നല്ലൊരു സാധനം വന്നിട്ടുണ്ട്, അതിനേക്കാൾ നല്ലത് ഇതാണ്, അതിനേക്കാൾ അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം. നമ്മൾ ഒരു ക്യാമറ എടുത്ത് അത് മാക്സിമം ഉപയോഗിച്ച് അതിൻ്റെ ലോണോ അല്ലെങ്കിൽ നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ച് കിട്ടിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഒരു ക്യാമറയിലേക്ക് അല്ല കൊടുത്ത ഇതിലേക്ക് പോകുന്നത്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ മാക്സിമം എത്ര വലുപ്പം വരെ നിങ്ങൾ പ്രിന്റ് ചെയ്യും? അപ്പോൾ നമ്മൾ അതും കൂടി ചിന്തിക്കണം. നമ്മൾ എടുക്കുന്ന ക്യാമറയിൽ നമ്മൾ കടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് മാക്സിമം അതിന് പ്രിന്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ എത്ര ഇതിലെടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് പ്രിന്റ് ചെയ്യുന്നതിനൊരു സൈസ് ഉണ്ട്, അതിന് മേളിലേക്കൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ട് കടന്ന് നിങ്ങൾ ഈ ബഹളം വെക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഞാൻ ആ ഒരു രീതി ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ക്യാമറകൾ തെരുതെരെ മാറാനായിട്ട്, അല്ലെങ്കിൽ ഈ ക്യാമറയേക്കാളും നല്ലത് ആ ക്യാമറയാണ്, ആ ക്യാമറയേക്കാളും നല്ലത് ഈ ക്യാമറയാണ്, ഇങ്ങനെ പറഞ്ഞ് കിടന്ന് ബഹളം വെച്ച് നിങ്ങൾ കടബാധ്യതകൾ കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ട പൈസ ഇങ്ങനെ ചിലവാക്കി കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളൊന്ന് തന്നെ ആലോചിക്കുക. ഞാനതിന് ഒരു സൊല്യൂഷൻ പറയാം. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യമോ അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ടാണ് ഒരു ക്യാമറ എടുക്കുന്നത് എന്ന് കരുതുക. മാക്സിമം വർക്ക് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ആ ലോൺ നമുക്ക് തീർക്കാനായിട്ട് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ എടുക്കുമായിരിക്കും. ഏറ്റവും കുറഞ്ഞ 2 വർഷമെങ്കിലും എടുക്കുമായിരിക്കും. മാക്സിമം അത് ഉപയോഗിച്ച് ആ ക്യാമറ തന്നെ ഉപയോഗിച്ച് ആ 2 വർഷം കൊണ്ട് ആ ലോണോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസ നമുക്ക് റിട്ടേൺ എടുക്കണം. റിട്ടേൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്യാമറ പിന്നീട് ഉപയോഗിക്കുന്നത് എന്നത് ആണ് നമ്മുടെ പ്രോഫിറ്റ്. അത് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് അതിനുശേഷം നമ്മൾ ആ ക്യാമറ സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പൈസയും കൂടി കിട്ടും. സോ അതാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത്. സോ അത്രയും നാളെങ്കിലും നിങ്ങൾ ക്യാമറകൾ ഉപയോഗിച്ചതിന് ശേഷം അതാണ് ഏറ്റവും നല്ലത്. ഒരു ക്യാമറ വന്നു, അത് ഒരു മാർക്കറ്റ് പുതിയൊരു ക്യാമറ വന്നു, അപ്പോൾ അത് എടുക്കാനായിട്ട് ബഹളം വെച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യം കൊണ്ട് വീണ്ടും കൊടുക്കുന്നു. പഴയ ക്യാമറ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പകുതി വിലയ്ക്ക് നിങ്ങൾ കൊണ്ട് വിൽക്കുന്നു. ആ ക്യാമറ എടുത്തതിൻ്റെ കാശ് നമുക്ക് മുതലായിട്ട് പോലും ഉണ്ടാവില്ല. ആദ്യം എടുത്ത ക്യാമറയുടെ കാശ് പോലും നമുക്ക് മുതലാകുന്നതിന് മുമ്പ് രണ്ടാമത്തെ ക്യാമറയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ക്യാമറ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാർക്കറ്റ് പുതിയൊരു ക്യാമറ വരുന്നു. ഉടനെ ഈ രണ്ടാമത്തെ ക്യാമറ നമ്മൾ വിൽക്കുന്നു. ആ ക്യാമറ എടുത്തതിൻ്റെ പൈസ പോലും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പൈസ പോലും റിട്ടേൺ വരുന്നതിന് മുമ്പ് മൂന്നാമത് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പല ഫോട്ടോഗ്രാഫേഴ്സിന് ഈ സമ്പാദ്യം നശിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഈ ക്യാമറകളുടെ പുറകെ. ഇപ്പം നിങ്ങളൊരു ക്യാമറ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ എടുത്തതിന് ശേഷം അതൊരു ഏറ്റവും കുറഞ്ഞൊരു 2 വർഷമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിച്ച് ആ പൈസ റിട്ടേൺ കിട്ടി, അതിന് പ്രോഫിറ്റ് കിട്ടി
കഴിഞ്ഞ് നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ റിട്ടേൺ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മസ്റ്റായിട്ട് അടുത്ത ക്യാമറയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അതിനുള്ള വർക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും കിട്ടും. പിന്നെ ക്യാമറ, നല്ല ക്യാമറ കയ്യിലുണ്ട് അതുകൊണ്ട് നല്ല ഫോട്ടോ കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ എന്തിലെടുക്കുന്നു എന്നുള്ളതല്ല, എന്തെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നല്ല ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് നല്ല ഫോട്ടോ അതൊരു ഘടകമാണെന്നേ ഉള്ളൂ. നമ്മുടെ ആംഗിളുകളും നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഫോട്ടോഗ്രാഫർ സത്യത്തിൽ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ ഉപയോഗിക്കേണ്ടത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ക്യാമറകൾ തെരുതര മാറാനായിട്ടുള്ള നിങ്ങളുടെ പ്രവണത ഒഴിവാക്കുക, നല്ല ഫോട്ടോസുകൾ എടുക്കുക, നിങ്ങളുടെ ഉള്ള എക്യുപ്മെൻറ്റ്സിൽ നല്ല ഫോട്ടോസുകൾ എടുക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.